ഇന്നലെ കേപ്പിന് ഒരാവശ്യമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്നലെ നമ്മൾ പടക്കത്തിന്റെ വ്ളോഗ് എടുത്തത്, ഞാൻ വളരെ മടിച്ചാണ് ആ വ്ളോഗ് എടുത്തത്. കാരണം യൂട്യൂബ് ഇപ്പം കെൻസിന്റെ ചാനൽ അടിച്ചു പോയത് പടക്കം ഇട്ടിട്ടാണ്. നിഹാലിന് വാണിംഗ് വന്നത് ഫയർ വർക്സിന്റെ എഡിറ്റ് വന്നിട്ടാണ്. അപ്പം ഇവരൊക്കെ ഇതിൽ നിൽക്കുമ്പോൾ എന്റെ ചാനൽ അങ്കലാപ്പിലാക്കിയിട്ടാണ്. അതായത് ഇപ്പം അങ്ങനെ ഇടാൻ പറ്റൂല. പടക്കത്തിന്റെ സാധനങ്ങൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഏജ് റെസ്ട്രിക്ഷൻ ബാക്കിയോ. അതായത് KP എന്ന് പറയുന്ന ഒരു വ്യക്തി ഓന് എനിക്ക് ആ വ്ളോഗ് പിടിച്ചു തരേണ്ട യാതൊരു ആവശ്യമുണ്ടോ? ഇല്ല. ഓൻ ഇവിടെ അകമ്പാടത്തൊന്ന് കടന്നു തുടങ്ങിയാൽ മതി. മറ്റേ പാട്ടും പാടി ഓന്റെ ഡിസൈനിങ് ഒക്കെ പോസ്റ്ററും ഡിസൈൻ ചെയ്ത് ഓന് കടന്നു തുടങ്ങിയ ഇതിൽ 55 മിനിറ്റായി വ്ളോഗ്. 20 മിനിറ്റ് യൂട്യൂബ് കട്ട് ചെയ്ത്, അതായത് പടക്കം പൊട്ടുന്നത്, ഓവർ എക്സ്പ്ലോഷൻസ്, കയ്യിൽ പടക്കം പിടിച്ചിട്ടുള്ള ക്ലിപ്സ്, കറക്കണ ക്ലിപ്സ്, ഡേഞ്ചറസ് ആയിട്ട് അതിൽ എങ്ങനെയൊക്കെ പടക്കം പൊട്ടുണ്ടോ ഫുള്ള് യൂട്യൂബ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ KP പാവം ഇതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഇത് യൂട്യൂബ് കട്ട് ചെയ്തു, ഞാനങ്ങനെ അപ്ലോഡ് ചെയ്തു. ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ KP പടക്കം പൊട്ടണമൊന്നും എടുത്തിട്ടില്ല. പിന്നെ KP എന്തിനാ വന്നേ? KP ഇത് മൊത്തം ഷൂട്ട് ചെയ്തിരുന്നത്, ഇത് യൂട്യൂബാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പം KP അല്ല ജിംഷാദാണ് ഉഷാറ്. ജിംഷാ ഉഷാറാവും. കാരണം ജിംഷാൻ്റെ പണി വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയാണ്. ഓൻ ഈ ഫീൽഡിലുള്ള ആളാണ്. ഓന് ഫ്രെയിം അറിയും. നേരെ മറിച്ച് ജിംഷാനോട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറയാം, ജിംഷാന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ജിംഷാൻ്റെ പണി ഷൂട്ടിംഗ് ആണ്, KPന്റെ പണി പോസ്റ്റർ ഡിസൈനിങ് ആണ്, KPന്റെ പണി പാട്ടാണ്. ഇപ്പൊ KP ഒരു പാട്ട് പാടാം, ജിംഷാനെ വെച്ച് ഇതാക്കാൻ പറ്റുമോ? ജിംഷാ ഒപ്പം പാടി പറയാൻ പറ്റുമോ? എന്നിട്ട് ആൾക്കാരെങ്ങനെ കുറ്റം പറയണല്ലോ, ഇപ്പൊ KP ഒരു പാട്ട് പാടി, ജിമ്മി ഒപ്പം പാടി, എന്നിട്ട് ആൾക്കാർ പറയാം KP സൂപ്പർ സിംഗർ, ജിമ്മിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. എന്ത് മണ്ടത്തരാ? ഫീൽഡ് പറയല്ലേ. ഇപ്പൊ ഇജ്ജ് ഡോക്ടറാണ്, ഞാൻ പാട്ടുകാരനാണ്. അനക്കൊരു രോഗി അസുഖമായിട്ട് വന്നാല് എന്ത് മരുന്ന് കൊടുക്കണം എന്ന് എനിക്കറിയും. പിന്നെ അടുത്തൊരു രോഗി വരിക, എനിക്കറിയൂല. അപ്പൊ പറയാ ഡോക്ടർ ആവാൻ അസർ തന്നെ സൂപ്പർ ആവൂലേ? 5 കൊല്ലം പഠിച്ച MBBS മറ്റേ അതിന്റെ ഗ്രാജുവേറ്റും ഔസർജൻസി കഴിഞ്ഞിരിക്കണല്ലോ ആവൂലേ?